തുല്യത ഉറപ്പാക്കാനാണ് കീം പ്രവേശന പരീക്ഷയ്ക്ക് പുതിയ ഫോർമുല ഏർപ്പെടുത്തിയതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സബ്ജക്ട് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കി. കേസിൽ വാദം തുടരുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, സിംഗിൾ ബെഞ്ചിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് സർക്കാരിന് നേരിടേണ്ടി വന്നത്. ഡിവിഷൻ ബെഞ്ചിലാണ് പ്രതീക്ഷ. വാദം തുടരുന്നുണ്ട്. എന്താണ് ഉയർന്നുവരുന്ന വാദങ്ങൾ, വിഷ്ണു? സംസ്ഥാന സർക്കാരിനെ ഇന്നലത്തെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് കൊണ്ടുചെന്ന് എത്തിച്ചത്. അതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിന് അപ്പീൽ നൽകുകയും ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, മുരളീകൃഷ്ണ തുടങ്ങിയവരുടെ ബെഞ്ച് ഈ സർക്കാരിന്റെ അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. ഇപ്പോൾ ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. CBSE സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വിവേചനം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ നടപടി സ്വീകരിച്ചതെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. പ്രോസ്പെക്ടീവിൽ മാറ്റം വരുത്താൻ വ്യവസ്ഥയുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഈ പ്രവേശന നടപടികൾ പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഉത്തരവ് അത് വിദ്യാർത്ഥികൾക്കടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. സംസ്ഥാന സർക്കാരിന് വേണ്ടി AG ആണ് ഹാജരായത്. അത് സംസ്ഥാന സർക്കാരിന്റെ വെർഷൻ അത് വാദം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മറുഭാഗത്തിന്റെ വാദം കോടതി കേൾക്കുകയാണ്. ഒരു അനുകൂല വിധി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഇന്നലെ ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ അനുസരിച്ച് 19/2/2025 തുടർന്നിരുന്ന പ്രോസ്പെക്ടസ് അനുസരിച്ചുള്ള റിസൾട്ട് പുനഃപ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ച റിസൾട്ട് റദ്ദാക്കുകയും പുതിയ റിസൾട്ട് ഈ 19/2/2025 ഫോർമുല പ്രോസ്പെക്ടസ് അനുസരിച്ചുള്ള റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും വരും. അത് വിദ്യാർത്ഥികൾക്കും അടക്കം വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരികയും ചെയ്യും. TK, ഇന്നലെ സിംഗിൾ ബെഞ്ച് പരീക്ഷയുടെ ഫലം റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സർക്കാർ സമീപിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികളടക്കം അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു തീരുമാനം ആണ്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ നിന്നൊരു അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാർ അപ്പീലുമായി പോയത്. കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. കോടതിയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് ശ്രദ്ധേയവുമാണ്.